ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്മാർട്ട് ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2023 നടന്ന ഫസ്റ്റ് ഫേസിലെ സെക്കൻഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2022 IPL മെഗാലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി മുംബൈ ഇന്ത്യൻസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം, കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏത്? ഓപ്ഷൻ സി ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് എന്ത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ സമന്വയ പദ്ധതിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏത്? ഓപ്ഷൻ ഡി അടിയാളപ്രേതം. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡ്? ഓപ്ഷൻ ഡി ഗ്ലൈൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ഇനി അടുത്ത ചോദ്യം, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി ശ്രീ സജി ചെറിയാനാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി ഫസ്റ്റ് ബെൽ. ഇനി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV-C-52 റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ സി EOS-04 ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം? ഓപ്ഷൻ സി 2012. 23 തുടക്കത്തിൽ നടന്ന എക്സാം ആയതുകൊണ്ടാണ് കറണ്ട് അഫെയർ ഒരുപാട് പുറകിലോട്ടൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നടക്കുന്ന എക്സാമിൽ ഇത്രയും പുറകിലോട്ടൊന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ ഡി സിക്കിം, പശ്ചിമ ബംഗാൾ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ടീസ്റ്റ എന്നുള്ള നദി സിക്കിമിലൂടെയും പശ്ചിമ ബംഗാളിലൂടെയുമാണ് ഒഴുകുന്നത്. ഇനി അടുത്ത ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി മണിപ്പൂർ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ടുള്ളത്. അതായത് റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി. ഈ 2 പോയിന്റുകളുമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ 1 and 2 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏത്? ഓപ്ഷൻ ഡി അംബാല, അമൃത്സർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ഡി വയനാട്. ഇനി 16ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 2 നാഷണൽ വാട്ടർവേസ് 2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? അപ്പോൾ ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ സി 2 and 4 എന്നുള്ളതാണ്. അതായത് സദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ടുള്ളത്. നമുക്കറിയാം നാഷണൽ വാട്ടർവേസ് 2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ എ പീലിക്കോട് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഇതിൽ വീണ്ടും 4 സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫുഡ് ലോസ് വ്യവസായം എന്ന് പറയുന്നത് വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല, അതുപോലെ പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഈ 2 പോയിന്റുകളുമാണ് കറക്റ്റായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ ബി 2 and 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ നമുക്ക് EOS-04 കുറിച്ച് ഇതിന് മുൻപൊരു ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ഭാഗത്ത് കണ്ടതായിരുന്നു.
അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എല്ലാവർക്കും അറിയുന്നതാണ് ആന. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? ഓപ്ഷൻ ഡി 2005. ഇതെല്ലാം PSC സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇതിനു മുൻപ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ഓപ്ഷൻ ഡി 42-ാം ഭേദഗതി. 25-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തതേതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അതായത് ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു, അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, അതായത് മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ഇദ്ദേഹമെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ തോമസ് ആണ്. ഇനി അടുത്ത ചോദ്യം, ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ സി 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. 1949 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ഓപ്ഷൻ എ 1950 ജനുവരി 24. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 30-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ ബി ന്യൂഡൽഹി. അടുത്ത ചോദ്യം, അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ. കുറിച്യ കലാപത്തിൻ്റെ നേതാവ്? ഓപ്ഷൻ സി രാമനമ്പി. അടുത്ത ചോദ്യം, കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്? ഓപ്ഷൻ എ ഡോക്ടർ KB മേനോൻ. 35-ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി? ഓപ്ഷൻ ബി പ്രാചീന മലയാളം. ഇനി അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടത്തിയ വർഷം? ഓപ്ഷൻ ബി 1809 ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി കല്ലുമാല സമരം നയിച്ചത്? ഓപ്ഷൻ സി അയ്യങ്കാളി. അടുത്ത ചോദ്യം, മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണം ഉടമ്പടി. 39-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ ഡി ആലുവ. 41-ാമത്തെ ചോദ്യം, 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആര്? ഓപ്ഷൻ ഡി നാനാ സാഹിബാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ്റെ പേരാണ്? ഓപ്ഷൻ ബി ഹണ്ടർ കമ്മിറ്റി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? ഓപ്ഷൻ ബി വിനോബ ഭാവെയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഈ 45-ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ? ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം? ഓപ്ഷൻ സി അഹമ്മദാബാദ് മിൽ സമരം. അടുത്ത ചോദ്യം, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആര്? ഓപ്ഷൻ ഡി VP മേനോനാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം? ഓപ്ഷൻ സി ബോംബെ. 50-ാമത്തെ ചോദ്യം, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? ഓപ്ഷൻ ഡി 1931. 51-ാമത്തെ ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ കാവേരി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ബി പാലക്കാട്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ ഒക്ടോബർ 13. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? അപ്പോൾ ഇത് മാർക്ക് ചെയ്തതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ ഡി ശ്രീ സജി ചെറിയാനാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം.
അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? അപ്പം നമുക്കറിയാം വേമ്പനാട്ട് കായൽ 3 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ വ്യാപിച്ച് കിടക്കാത്തത് ഓപ്ഷൻ ബി കൊല്ലം. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി മൂലമറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി കേരളമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ സി പാലക്കാട് ചുരമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം? ഓപ്ഷൻ ഡി എറണാകുളമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി 60ാമത്തെ ചോദ്യം, കേരളത്തിലെ ശുദ്ധജല തടാകം? ഓപ്ഷൻ എ ശാസ്താംകോട്ട തടാകമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമ്മൾ ഈ ചോദ്യപേപ്പറിൽ മുഴുവൻ GK ചോദ്യങ്ങൾ അതുപോലെ കറണ്ട് അഫെയർ ഒക്കെ നോക്കിയതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.